തീർച്ചയായിട്ടും ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ചരിത്രപരമാണ്. കാരണം എന്തിനാണ് വാസ്തവത്തിൽ ഈ ഡയറക്ടറേറ്റ്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, അത് വളരെ മുമ്പ് തന്നെ ഉണ്ടായ സ്ഥാപനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് 2002 ആക്ടിൽ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒഫൻസ് പറയുന്നുണ്ട്. ദി ഒഫൻസ് അത് സെക്ഷൻ 3 പറയുന്നത്. ദി ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ് അത് വളരെ കൃത്യമായി പറയുന്നു. whosoever directly or indirectly attempt to indulge or knowingly asset or knowingly as a party or is actually involved in any process or activity connected with the proceed of crime indulging in concealment, possession, acquisition or use and projecting or claiming എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ shall be guilty of offense under the section of money laundering. ഇതാണ് സെക്ഷൻ 3 പറയുന്നത്. എന്താണ്, ഞാനിപ്പം തമിഴ്നാടിൻ്റെ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യവും പറയേണ്ട ആവശ്യം ഉണ്ട് ഈ വിഷയത്തിൽ. എന്നാലും തമിഴ്നാടിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് വളരെ മുമ്പ് തന്നെ ഈ ED യുമായിട്ട് തർക്കത്തിലാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏതാണ്ട് 209 എക്സ്കവേറ്റേഴ്സിൻ്റെ ഈ മണലൂറ്റി പണം DMK-യുടെ സ്റ്റാലിൻ, കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്റ്റാലിന് അതിൻ്റെ സ്റ്റാളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട 1-2 ആൾക്കാരുമായി സംസാരിച്ചു. അപ്പോൾ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ DMK-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് പണം കൊടുത്തിട്ടാണ്. എന്താ കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കാം കൃത്യമാണ് കേൾക്കുന്നില്ലേ? യെസ്, വ്യക്തമാണ്. തമിഴ്നാട്ടിലെ DMK-യുടെ ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കൊടുത്താൽ മാത്രമാണ് അതിനുള്ള ലൈസൻസ് കിട്ടുക. അപ്പോൾ ഈ പണം കൊടുത്ത് അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ, പണം കിട്ടി എന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ കളക്ടറേറ്റിൽ കളക്ടർമാർ പാസ് കൊടുക്കും. അവർക്ക് ഇല്ലീഗൽ മൈനിങ്, എത്ര വേണമെങ്കിലും ഇല്ലീഗൽ മൈനിങ് നടത്താം. അതിനകത്ത് ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സൗകര്യമാണ്. ഓരോ ലോഡിനും നിശ്ചിതമായ തുക DMK പാർട്ടിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് സ്റ്റാലിനുമായി ബന്ധപ്പെട്ടതാണ്. അത് കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഭരണത്തിലേറിയിട്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ഗുണ്ടപ്പടയാണ്. ഗൂൺസാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനെ തൊടാൻ ആർക്കും പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കരിങ്കല്ല് കൊണ്ടുവരുന്ന വണ്ടികൾ തൃശ്ശൂരിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ പാലക്കാട് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പാലക്കാട് വഴി തൃശ്ശൂർ വഴി പോകുന്ന കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടികളാണ്. കൽക്കരി വാസ്തവത്തിൽ ആ വണ്ടികൾക്ക് കേരളത്തിൻ്റെ റോഡിൽ ഓടാനുള്ള അവകാശമില്ല. അവർക്കതിനുള്ള പെർമിറ്റ് ഇല്ല. അങ്ങനൊരു വണ്ടി എടുത്താൽ തന്നെ ആ വണ്ടിയിൽ ഇത്ര ലോഡേ കൊണ്ടുപോകാൻ പാടൂ എന്നാണ് പറയുക. പക്ഷേ ആ ലോഡ് മുഴുവനും അടിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, ആ ലൈസൻസ് ഇല്ലാത്ത അത്ര ലോഡ് കയറ്റി എന്നും ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത് മണലുമുണ്ട്, കരിങ്കല്ലുമുണ്ട്, സാൻഡ് മൈനിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ആ നാടിനെ ഇങ്ങനെ ഊറ്റി കൊല്ലുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 49 സ്ഥലത്ത് റെയ്ഡ് നടന്നു. ഏതാണ്ട് 49 സ്ഥലത്ത് റെയ്ഡ് നടന്നു. 5000 കോടി രൂപയുടെ രേഖകൾ പിടിച്ചെടുത്തു. 209 എക്സ്കവേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചത്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ആരംഭിച്ചു. ആ കേസുകൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് തഞ്ചാവൂരിൽ, തരൂര്, കരൂര് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് 5 ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് ഈ സമൻസ് ഇഷ്യൂ ചെയ്തത്. ആ സമയത്താണ് ഇത് ഫെഡറലിസത്തിന് എതിരാണ്. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഫെഡറലിസത്തിനെതിരാണ്. എന്തു കാര്യവും കേന്ദ്ര ഗവൺമെൻറ് ചെയ്താൽ ഇത് ഫെഡറലിസത്തിനെതിരാണ്. അപ്പോൾ ഫെഡറലിസത്തിനെതിരാണ്, ഉടനെ തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ രംഗത്ത് വരികയാണ്. കളക്ടർമാർക്ക് സമൻസ് അയച്ചിരിക്കുന്നു ED. കളക്ടർമാർക്ക് സമൻസ് അയച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അവരാണ് പാസ് ഇഷ്യൂ ചെയ്തത്. പാസ് ഇഷ്യൂ ചെയ്ത കളക്ടർമാരെ സാക്ഷിയാക്കിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാക്ഷിയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് രേഖകളോ അവരുടെ കയ്യിൽ നിന്ന് പാസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ബേസോ കണ്ടെത്തണമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാക്ഷിയായിട്ട് സമൻ ചെയ്യുമ്പോൾ ആ സാക്ഷിയായിട്ട് സമൻ ചെയ്യുന്നത് ഫെഡറലിസത്തിനെതിരാണ്. കള്ളന്മാരായ 209 പേർക്ക് സമൻസ് ഇഷ്യൂ ചെയ്തത് തടയണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്സ്കവേറ്റേഴ്സ് ആയിട്ടുള്ള 209 ആളുകൾ
ആ 250 ആളുകളുടെയും സമൻസ് തടയണം. ഇ ഡിക്ക് ഇടപെടാനേ അവകാശമില്ല, കളക്ടറെ വിളിക്കാൻ അവകാശമില്ല, കളക്ടറോട് ചോദിക്കാൻ അവകാശമില്ല. ഈ ലാൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട 5000 കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടപ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തത്. ആ മദ്രാസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്തതിനെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് ഇ ഡി. അപ്പോഴാണ് ജസ്റ്റിസ് ബലയം ത്രിവേദി അടക്കമുള്ള ബെഞ്ച് പറഞ്ഞത്, ഡബിൾ ബെഞ്ചാണ്, അവർ പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള ചോദ്യം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചരിത്രപരമായ വിധി ഇവിടെ രാംകുമാർ സാറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ രാംകുമാർ സാറിൻ്റെ മുമ്പിൽ ഒന്നുമല്ല നമ്മളാരും. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, അവിടെ ഹാജരായത് ആരാ? ഇപ്പം കേരള ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് രാംകുമാർ എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ഒരു ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാംകുമാർ. അതേപോലെ സുപ്രീം കോടതിയിൽ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്ന മുകുൾ റോത്തങ്കയാണ് ഇവർക്ക് വേണ്ടി. നോക്കണം നിങ്ങൾ, എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ കൊടുത്തുകൊണ്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇവർക്ക് വേണ്ടി ഹാജരായത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം കോടതി ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിറ്റ് പെറ്റീഷൻ അഗൈൻസ്റ്റ് ഇ ഡി? വളരെ മനോഹരമായ ചോദ്യം. വാസ്തവത്തിൽ ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ അത് വായിച്ചപ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ അന്തസത്ത, ആ ചോദ്യത്തിൻ്റെ എന്താ പറയുക, മെറിറ്റ്, അത് വല്ലാത്തൊരു ചോദ്യമല്ലേ? ഹൗ ക്യാൻ ദ സ്റ്റേറ്റ് ഫയൽ എ റിറ്റ് പെറ്റീഷൻ അഗൈൻസ്റ്റ് ഇ ഡി?